വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നിത്യജീവൻ പ്രാപിക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും പ്രതീക്ഷയാണ്. അതിനുവേണ്ടി ആരാധനയിലും കുർബാനയിലും പങ്കുചേരുന്നു, പ്രാർത്ഥനയ്ക്കായി കൂടി വരുന്നു, സഭയുടെ എല്ലാ ആത്മീയ ശുശ്രൂഷകളിലും പങ്കുചേരുന്നു. എന്നാൽ ഇവ ചെയ്തതുകൊണ്ട് മാത്രം നമുക്ക് നിത്യജീവൻ ലഭിക്കുമോ? നിത്യജീവൻ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം എന്ന ചോദ്യവുമായി യേശുവിൻ്റെ അടുക്കൽ ചെന്ന യുവാവിനോട് കർത്താവ് പറയുന്നത്, കൽപ്പനകളെ പ്രമാണിക്കണം, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം. മർക്കോസ് 10:19 മുതൽ 21 വരെ. ഈ ആവശ്യവുമായി കർത്താവിൻ്റെ അടുക്കൽ വന്ന ന്യായശാസ്ത്രിയോട് പറയുന്നത്, നിൻ്റെ ദൈവത്തെ സ്നേഹിക്കണം, കൂട്ടുകാരനെ സ്നേഹിക്കണം. ലൂക്കോസ് 10:27. യുവാവിനോട് കർത്താവ് പറഞ്ഞതുപോലെ എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവാനുള്ള മനസ്സ് ആർക്കാണുള്ളത്? തന്നെ അനുഗമിക്കുന്നവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും കർത്താവ് മതിയായവൻ എന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അതിന് കഴിയൂ. ആ ഒരു വിശ്വാസം ഈ യുവാവിന് ഇല്ലായിരുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ മറുപടി അവനെ ദുഃഖിതനാക്കി. അവൻ യേശുവിനെ അനുഗമിക്കാതെ വിട്ടുപോയി. യേശുവിൻ്റെ നിർദ്ദേശം കഠിനമായിട്ട് അവന് തോന്നിയത്. എൻ്റെ സ്വത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തതിന് ശേഷം കിട്ടുന്ന നിത്യജീവൻ എനിക്ക് വേണ്ട എന്ന് തന്നെയായിരിക്കാം മടങ്ങിപ്പോക്കിൽ അവൻ ചിന്തിച്ചത്. ഈ യുവാവ് ദുഃഖിതനായി പോകുമ്പോൾ കർത്താവ് തൻ്റെ ചുറ്റുമുള്ളവരോട് പറഞ്ഞത്, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. മർക്കോസ് 10:24. സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തിൽ കടക്കില്ല എന്നല്ല കർത്താവ് പറഞ്ഞത്. പിന്നെയോ സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസമെന്ന പറഞ്ഞത്. ഇന്ന് നാം ആശ്രയിക്കുന്നത് ആരില്ല? ശാന്തമായി ചിന്തിക്കാം. ന്യായശാസ്ത്രി കർത്താവ് നൽകിയ മറുപടി, നിൻ്റെ ദൈവത്തെ സ്നേഹിക്കണം, നിൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം. കർത്താവിൻ്റെ മറുപടി കേട്ട ന്യായശാസ്ത്രി തന്നെ നീതീകരിച്ചുകൊണ്ട് ചോദിക്കുന്നത്, ആരാണ് എൻ്റെ കൂട്ടുകാരൻ? നമ്മിൽ പലരും ഈ ന്യായശാസ്ത്രിയെ പോലെയാ, സ്വയം നീതീകരിക്കുന്നവർ. അതായത് ഞാൻ നീതിമാനാണ് എന്ന് സ്വയമായി പറയുന്നവർ. ന്യായശാസ്ത്രിയുടെ ചോദ്യത്തിന് കർത്താവ് നൽകിയത് നല്ല ശുംഭരിക്കാരൻ്റെ ഉപമയാണ്. ആവശ്യത്തിലിരിക്കുന്നവർ ആരോ അവരാണ് നിൻ്റെ കൂട്ടുകാർ. രോഗികൾ, ദരിദ്രർ, വിശക്കുന്നവർ, അപമാനിതർ, സഹായിപ്പാൻ ആരും ഇല്ലാത്തവർ, ഇവരൊക്കെയാ നിൻ്റെ കൂട്ടുകാർ. അവരെ നീ സ്നേഹിക്കണം എന്ന കർത്താവ് പറഞ്ഞത്. എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നവരാ. എന്നാൽ നീ നിൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നുണ്ടോ? യോഹന്നാൻ പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ അഥവാ ആവശ്യത്തിൽ ഇരിക്കുന്നവനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. 1 യോഹന്നാൻ 4:20. അങ്ങനെയെങ്കിൽ നാം ഓരോരുത്തരും കള്ളന്മാരല്ലേ? ഇതാണ് നല്ല ശുംഭരിക്കാരൻ്റെ ഉപമയിൽ കർത്താവ് നമ്മോട് പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർ അവരിനെയും സ്നേഹിക്കണം. ഈ യുവാവിനെ പോലെ നാം എല്ലാവരും നല്ലവരാ, കൽപ്പനകൾ അനുസരിക്കുന്നവരാ. യാതൊരു ദുശ്ശീലവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ഇതുകൊണ്ട് തൃപ്തിപ്പെടുന്നവരല്ലേ നാം? ഇന്ന് നമ്മുടെ സ്നേഹിതരാരാണ്? നമ്മോട് സമന്മാരെ നാം സ്നേഹിക്കും. വിശ്വാസിയെ മാത്രമേ സ്നേഹിക്കൂ. സ്വന്തം കൂട്ടായ്മയിലുള്ളവരെ മാത്രമേ സഹായിക്കൂ. ഈ സ്നേഹമല്ല കർത്താവ് പഠിപ്പിച്ചത്. പണ്ഡിതനെയും പാമരനെയും, ധനവാനെയും ദരിദ്രനെയും, സന്തോഷിക്കുന്നവരെയും ദുഃഖിക്കുന്നവനെയും ഒരുപോലെ സ്നേഹിക്കണം. ആവശ്യങ്ങളുടെ മധ്യത്തിൽ ഭാരപ്പെടുന്നവരെ നാം സ്നേഹിക്കണം. അവരാ നമ്മളുടെ സ്നേഹിതർ. കർത്താവിൻ്റെ അടുക്കൽ ചെന്ന യുവാവിനെ ഒന്ന് ശ്രദ്ധിക്കാം. കൽപ്പനകളെല്ലാം അനുസരിച്ച് ജീവിക്കുന്ന യുവാവ് കർത്താവിനോട് ചോദിക്കുന്നത്, അങ്ങനെയെങ്കിൽ അവനറിയാം എവിടെയോ ഒരു കുറവ് ഉണ്ട് എന്ന്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ന് അവൻ ചോദിച്ചത്. കുറവ് എന്താണ് എന്ന് ചോദിക്കുന്നത് ഒരു നല്ല ഗുണമാണ്. എന്നാൽ കുറവുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് പരിഹരിക്കുവാൻ തയ്യാറാകണം. ഇന്ന് കുറവുകൾ സമ്മതിക്കുവാനോ അവയെ പരിഹരിക്കുവാനോ വിശ്വാസിക്ക് മനസ്സില്ല. പിന്നെ എങ്ങനെ നിത്യജീവൻ പ്രാപിക്കും?
ഇന്ന് ധനവാനായ യുവാവിനെ പോലെയല്ലേ നാമും? ധനം കൂട്ടിവെച്ച് ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കുന്നു. അത് പാപമാണ്. ധനം കർത്താവ് നമുക്ക് നൽകിയത് ഭാരപ്പെടുന്ന ആവശ്യങ്ങളിലായിരിക്കുന്നവരെ സഹായിക്കുന്നതിന് കൂടിയാണ്. നിത്യജീവൻ പ്രാപിപ്പാൻ ഇപ്പോഴുള്ള നമ്മുടെ കാഴ്ചപ്പാടിന് മാറ്റം സംഭവിക്കണം. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലയുള്ളതിനേക്കാൾ വിലയുള്ളത് നിത്യജീവനാണ്. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുറ്റില്ല എന്ന മനോഭാവം ഒരിക്കലും നമ്മെ നിത്യജീവൻ്റെ അനുഭവത്തിൽ എത്തിക്കില്ല. കർത്താവേ, കൽപ്പനകൾ അനുസരിക്കുന്നതോടൊപ്പം എനിക്കുള്ളതിൽ നിന്ന് ഭാരപ്പെടുന്നവരുമായി പങ്കുവെക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ. ആമേൻ. Sarada,